അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ മക്കൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് വാർഷിക പരീക്ഷയാണുള്ളത്. അപ്പോൾ വാർഷിക പരീക്ഷയ്ക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ 5ാം ക്ലാസ് പാഠപുസ്തകത്തിൻ്റെ 1 മുതൽ 6 വരെ യൂണിറ്റിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും ഈ ചാനലിൽ തന്നെ ലഭ്യമാണ്. മക്കളത് ആവശ്യമുള്ളവർ ഇതിലെ 5th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിലെല്ലാ ക്ലാസ്സുകളും ലഭ്യമാണ്. അതോടൊപ്പം നിങ്ങൾക്ക് സ്കൂൾ അറബിക് ഗൈഡ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലും ഈ ക്ലാസ്സുകളെല്ലാം ലഭ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇവിടെ ഇതിൽ 5-6 പ്രവർത്തനങ്ങളുണ്ട്. ഒന്നാമത്തെ നഖ്റഉൽ ഖിസ്സ വനുക്കമ്മിലുൽ ഖാന എന്നാണ്. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ഈ കഥ നോക്കിയിട്ട് താഴെ നുക്കമ്മിലുൽ ഖാന എന്നുള്ളത് തെറ്റാണ്. ഇവിടെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫി സബാഹിൽ ബാക്കിർ, രാവിലെ നേരത്തെ, സാഹദ്ദീക്കു കൂക്കു, കോഴി കൂവി, കൂക്കൂന്ന് കൂവി. ഇസ്തൈഖല ജോർജ് മിനന്നൗം, ജോർജ് ഉറക്കത്തിന് എണീറ്റു. ഹുവ മുസാരിഉ മുജ്തഹിദ്, അവനൊരു നല്ല അധ്വാനിയായ കൃഷിക്കാരനാണ്. തനാവലൽ ഫുതൂർ, രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു. വദഹബ ജോർജ് പോയി ഇല മസ്റഅതിഹി, അവൻ്റെ തോട്ടത്തിലേക്ക്. മസ്റഅതുഹു വാസിയ, അയാളുടെ തോട്ടം നല്ല വിശാലമാണ്. വശംസു മുർത്തഫിയ, ഷംസ് സൂര്യൻ ഉദിച്ചു, സൂര്യൻ ഉയർന്നു. യഅമലു ജോർജു ഫിൽ മസ്റഅ, ജോർജ് കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു. ഹത്തൽ മസാ, വൈകിട്ട് വരെ. ഇന്ദ ഖുറൂബ് ഷംസ്, സൂര്യൻ അസ്തമിച്ചപ്പോൾ യർജിഉ ഇലാ മൻസിലിഹി, വീട്ടിലേക്ക് മടങ്ങും. വഫി യദിഹി, അയാളുടെ കയ്യിൽ കീസും മംലൂഉം ബിൽ ഖദറവാത്ത്, എന്തുണ്ട്? ഖദറവാത്ത്, പച്ചക്കറി നിറച്ച ഒരു കീസുമുണ്ട്, സഞ്ചി. ജോർജ് മഹ്ബൂബുൻ ഫിൽ ഖറിയ, ജോർജ് നാട്ടുകാർക്കിടയിൽ പ്രിയങ്കരനായ ആളാണ് കേട്ടോ. അതാണ് പാരഗ്രാഫ്. ഇനി എന്താണ് ചോദ്യങ്ങൾ? മൻ ജോർജ്, ജോർജ് ആരാണെന്നാണ്. ജോർജ് ആരാണ്? നമ്മൾ മുകളിലെ പാരഗ്രാഫ് പ്രകാരം ആരാണ് ജോർജ്? ജോർജ് ആരാണെന്നതിൽ പറഞ്ഞല്ലോ അല്ലേ. ജോർജ് ആരാണ്? ജോർജ് മുസാരിഉൻ മുജ്തഹിദ് എന്നല്ലേ, കൃഷിക്കാരനാണ്. ഉത്തരം ഇവിടെ മുസാരിഉൻ മുജ്തഹിദ് ആണ് ഉത്തരം വരിക അല്ലേ മക്കളെ. അടുത്തത് മതാ യഅമലു ജോർജ് ഫിൽ മസ്റഅ, എപ്പോഴാണ് ജോർജ് മസ്റഅയിൽ ജോലി ചെയ്യുന്നത്? ഫി സബാഹി തിവാലൽ യൗം ഫിൽ ലൈൽ ഫിൽ ഉത്ല, രാവിലെ, ദിവസം മുഴുവൻ, എന്താണ്? രാത്രി, ഒഴിവ് സമയത്ത് എന്നാണ്. ഏതാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. രാവിലെ എന്നാണ് ഉത്തരം. രാവിലെ പോകും എന്നല്ലേ. അപ്പോൾ ദിവസം മുഴുവൻ എന്ന് പറയാം അല്ലേ. വൈകിട്ട് വരെ ജോലി ചെയ്യുന്നില്ലേ, ഹത്തൽ മസാ. നമുക്ക് തിവാലൽ യൗം, ദിവസം മുഴുവൻ എന്നുള്ളത് ഉത്തരം കൊടുക്കാം കേട്ടോ. മാതാ യഹ്മിലു ജോർജ് ഇൻദ ഔദതിഹി, മടങ്ങുമ്പോൾ ജോർജ് എന്താണ് കൊണ്ടുവരിക? സല്ലത്തൻ ഫാരിഗ, കീസം മംലൂഅൻ ബിൽ ഖദറവാത്ത്, ദഫ്തറൻ വ കലമ, സുജാജത മാർ, വെള്ളക്കുപ്പി, പേനയും, എന്താണ്? നോട്ട് ബുക്കും, പച്ചക്കറി, ഒരു ഒഴിഞ്ഞ കുട്ട. ഏതാണ് ശരി? പച്ചക്കറി അല്ലേ കൊണ്ടുവരല്ലേ. അപ്പം നമുക്ക് കീസം മംലൂഅൻ ബിൽ ഖദറവാത്ത് എന്നത് കൊടുക്കാം. ഓക്കെ. ലിമാദാ യുഹിബ്ബു അഹ്ലുൽ ഖറിയ ജോർജ്, ജോർജ് എന്തുകൊണ്ട്, നാട്ടുകാർ എന്തുകൊണ്ട് ജോർജിന് ഇഷ്ടമാകുന്നു? ലി അംലഹു യംലിക്കു ദീക്കൻ, അയാൾക്ക് കോഴിയുണ്ട്. ലി അന്നഹു യബീഉൽ ഖദറവാത്ത്, അയാൾ പച്ചക്കറി വിൽക്കും. ലി അന്നഹു യുസാഇദു നാസ ഫിൽ മസ്റഅ, തോട്ടത്തിൽ ജനങ്ങളെ സഹായിക്കും. ലി അന്നഹു മുസാരിഉ മുജ്തഹിദ് വ ത്വയ്യിബുൽ ഖൽബ്, അയാൾ നല്ലൊരു അധ്വാനിയായ കൃഷിക്കാരനാണ്, നല്ല മനസ്സുള്ള ആളാണ്. ഏതാണ് ശരി? ആളുകൾക്ക് ഇഷ്ടം എന്തുകൊണ്ടാണ്? അയാൾ കൃഷിക്കാരനായതുകൊണ്ടല്ലേ. അപ്പോൾ ഇതാണ് ലി അന്നഹു മുസാരിഉ മുജ്തഹിദുൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇതുപോലത്തെ വേറെ പാരഗ്രാഫ് നമുക്ക് പരീക്ഷ കഴിഞ്ഞ് ഒരെണ്ണം കൂടി ഉണ്ട്. മതാ യർജിഉ ജോർജ് ഇലാ മൻസിലിഹി, എപ്പോഴാണ് ജോർജ് വീട്ടിലേക്ക് മടങ്ങുന്നത്? ഫി മുൻതസ്ഫിൻ നഹാർ, ഉച്ച സമയത്ത്.
ഫി സബാഹി രാവിലെ, ബഅദ തനാവുൽ ഖദാ ഉച്ചഭക്ഷണം കഴിച്ചിട്ട്, ഫിൽ മസാ ഇന്ദ ഖുറൂബി ഷംസ് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ. എങ്ങനെ പറഞ്ഞത്? സൂര്യൻ അസ്തമിക്കും ഫിൽ മസാ എന്നാണ് പറഞ്ഞത്. ഇതാണ് ഉത്തരം വരിക. ഓക്കെ. അടുത്തത് നുമയ്യിസുൽ ജുമലൽ ഇസ്മിയ വൽ ഫിഅലിയ. താഴെ കുറേ സെൻറ്റൻസുകളുണ്ട്. അതിൽ അൽ ജുമലൽ ഇസ്മിയ, ഇസ്മിയായ ജുംലയും ഫേലിയായ ജുംലയും. എന്താണ് ഇസ്മിയായ ജുംലയും ഫേലിയായ ജുംലയും? നമ്മൾ പഠിച്ചതല്ലേ. ഒരു ഇസ്മു കൊണ്ട് തുടങ്ങുന്നതായിരിക്കും എന്ത്? ഇസ്മിയായ ജുംല അല്ലേ. ഫേലിയായ ജുംല ഒരു ഫേല് കൊണ്ട് തുടങ്ങണം. ഇസ്മു എന്ന് വെച്ചാൽ ഒരു പേര് കൊണ്ട് തുടങ്ങണം. ഫേൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ യൽ അബുൽ അത്ഫാലു ഫിൽ ഹദീക്ക ബിസഅദ. കുട്ടികൾ യൽ അബു എന്ന് വെച്ചാൽ കളിക്കുന്നു. എവിടെ കളിക്കുന്നു? ഫിൽ ഹദീക്ക, പാർക്കിൽ, ബിസഅദ സന്തോഷത്തോടെ കളിക്കുന്നു എന്നാണ്. അപ്പോൾ കളിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അല്ലേ, യൽ അബു. അപ്പോൾ തീർച്ചയായും അത് ഏതിൽ എഴുതണം? നമ്മൾ ജുംല ഫേലിയയുടെ ഈ എന്താണ് കോളത്തിൽ എഴുതണം. ഓക്കെ. അങ്ങനെയാണ് ഓരോന്നും കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് അൽ അൽ ബഹറു ഹാദിഉൻ അൽയൗം. ഇന്ന് കടൽ ശാന്തമാണ്. കടൽ ശാന്തമാണ് ഇന്ന് എന്നാണ്. അപ്പോൾ കടൽ എന്നല്ലേ തുടങ്ങിയിരിക്കണേ. അപ്പോൾ നമുക്ക് തീർച്ചയായും അത് ജുംല ഇസ്മിയയിൽ എഴുതാം. തഖറഉ മറിയം, മറിയം വായിക്കുന്നു കിതാബൻ മുഫീദ, പ്രയോജനമുള്ള ഒരു പുസ്തകം. അപ്പോൾ വായിക്കുന്നു എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. വായിക്കുന്നു എന്നുള്ളത് ഒരു ഇസ്മല്ലല്ലോ, ഫിയലല്ലേ. അപ്പോൾ നമുക്ക് ജുംല ഫിയലിയിലേക്ക് ചേർക്കാം. ഓക്കെ. പിന്നെ അൽ ഖിതാറു, അൽ ഖിതാറു സരീഉൻ ജിദ്ദൻ. അൽ ഖിതാർ ട്രെയിൻ നല്ല സ്പീഡാണ് അല്ലേ. ഇപ്പോൾ ട്രെയിൻ എന്നാണ്, ട്രെയിൻ ഒരു പേരാണ്, ഇസ്മിയയിലേക്ക് ചേർക്കാം. പിന്നെ യസ്ബഹു, യസ്ബഹു സമകു ഫിൽ മാ. യസ്ബഹു സമകു, യസ്ബഹു നീന്തുന്നു, മീൻ നീന്തുന്നു വെള്ളത്തിൽ എന്നാണ്. നീന്തുന്നു എന്നുള്ളത് എന്താണ്? നീന്തുന്നു എന്നുള്ളത് യസ്ബഹു എന്നുള്ളത് ഒരു ഫേലാണ്. അപ്പോൾ ജുംല ഫേലയിലേക്ക് ചേർക്കാം. അഷംസു മുഷ്രിഖത്തുൻ ഫിസ്സമാ. സൂര്യൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുകയാണ്. സൂര്യൻ ഇസ്മാണ്. അപ്പോൾ ജുംല ഇസ്മിയ. യദ്ഹബു അഹമ്മദ് ഇലൽ മദ്രസി കുല്ല സബാഹിൻ. യദ്ഹബു പോകുന്നു. അഹമ്മദ് ദിവസവും മദ്രസയ്ക്ക് രാവിലെ പോകുന്നു. ഫെയിലായതുകൊണ്ട് നമുക്ക് ഫേലിയയിലേക്ക് ചേർക്കാം. അൽ ഖമറു ജമീലുൻ ഫില്ലയിൽ. അൽ ഖമർ ചന്ദ്രൻ രാത്രി എന്ത് ചെയ്യാണ്? മനോഹരമാണ്. രാത്രിയിൽ മനോഹരമാണ്. അൽ ഖമർ ഇസ്മാണ്. അപ്പോൾ ജുംല ഇസ്മിയിലേക്ക് ഈ കോളത്തിലിടണം. തുഗരിദുൽ അസാഫിർ ഫിൽ ഹദീക്ക. തുഗരിദു പാട്ടുപാടുന്നു, കിളികൾ പാട്ടുപാടുന്നു പാർക്കിൽ. പാട്ടുപാടുന്നു എന്നല്ലേ പ്രവർത്തനമാണ്. അപ്പോൾ ഫേലിയ. അസുഹൂറു മുലവ്വനുൻ റായിഹത്വ ജമീലത്തുൻ. പൂക്കൾ നിറമുള്ളതാണ്, അതിൻ്റെ മണം നല്ല ഭംഗി എന്താണ് രസമാണ്. ഏതാണ്? സുഹൂർ ഇസ്മാണ്. അപ്പോൾ നമുക്ക് ജുംല ഇസ്മിയിൽ തന്നെ ചേർക്കാം. ഓക്കെ. ഇങ്ങനെ ജുംല ഇസ്മിയെയും ഫേലിയെയും തിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കും. ഓക്കെ. അടുത്ത പ്രവർത്തനം നഖ്താറുൽ മുൽസഖാത്ത് ലിത്തൗഇയ. നഖ്താറുൽ മുൽസഖാത്ത് ലിത്തൗഇയ ലിൽ ഹദരി ത്വഅം. ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള മുൽസഖാത്ത് പോസ്റ്ററുകൾ മാത്രം തിരിച്ചെഴുതുക എന്നാണ്. ഇവിടെ കുറേ സെൻറ്റൻസുകളുണ്ട്. അപ്പോൾ ഇതിൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളത് മാത്രം നമ്മൾ ഇവിടെ എടുത്തെഴുതണം. ഓക്കെ. ഓരോ സ്ഥലത്ത് എടുത്തെഴുതാനാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? ഹദറുൽ അത്ഇമ. ഹദറുൽ അത്ഇമ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ആദത്തും മസ്മൂമ, ഒരു മോശം സ്വഭാവമാണ് അല്ലേ. ഹദറുൽ അത്ഇമ ആദത്തും മസ്മൂമ. അപ്പോൾ നമുക്ക് അത് ഏതിൽ എഴുതണം? അത് നമ്മളെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ലിദ്ദ ഹദറുത്ത ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന ഇതിനായിട്ടുള്ള പോസ്റ്റർ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എഴുതണം. അത്വാമു നിഅമത്തുൻ ലാ തുസ്രിഫുഹ. ഭക്ഷണ അനുഗ്രഹമാണ്, അതിനെ എന്ത് ചെയ്യരുത്? പാഴാക്കരുത്. അതും വരും. പിന്നെ അൽ ഇഖ്തിസാദ് ഫിൽ ഇൻഫാഖി മഹ്മൂദുൻ. അൽ ഇഖ്തിസാദ് ചെലവാക്കുന്നതിൽ മിതത്വം പാലിക്കുന്നത് നല്ല സ്വഭാവമാണ്, മഹ്മൂദാണ് അല്ലേ. ഇസ്രാഫിനെ കുറിച്ച് തന്നെയാണ്. നമുക്ക് ഇതും എഴുതാം. നമ്മുടെ പാഠഭാഗത്തിലുള്ള ഒരു വാക്കാണ്. അൽ ഇസ്രാഫ് സബബുൻ ലിൽ ബദാനത്തി വൽ അമ്രാദ്. ധൂർത്ത് തടിയും രോഗത്തിനും കാരണമാകും. ശരിയല്ലേ. പിന്നെ
ഇഹ്ഫദിൽ ബിഅ, പ്രകൃതി സംരക്ഷിക്കുക. അത് നമ്മുടെ പോസ്റ്ററിൽ പെട്ടതാണോ? അല്ല. അപ്പോൾ നമുക്ക് തട്ടാം. അൽ ഖിറാഅത്തു ഹിവായത്തുൻ ഹസന, വായന നല്ല ഒരു ശീലമാണ്. അത് ഭക്ഷണത്തെക്കുറിച്ചല്ല, അപ്പം അത് വേണ്ട. അൽ ഇസ്റാഫു ഫി ത്വആമി സബബുൻ ലി അംറാദി നമത്തിൽ ഹയാത്ത്, എന്താണ് ഭക്ഷണത്തിൽ ദൂർത്ത് കാണിക്കുന്നത് ജീവിതശൈലി രോഗത്തിന് കാരണമാകും. അത് വരും അല്ലേ. ലാ തുളയ്യ ത്വാം, ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, അതും വരും. ഇപ്പോൾ 2, 3, 4, 5, 6 അതാണ് ഇവിടെ നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അതിൽ ഒരെണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കി 5 എണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം നക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ചെയ്യാനാണ്. ഇവിടെ കണ്ട അന ദഹബ്തു ഇലൽ ഹദീക്ക, ഞാൻ, ഇത് ഉദാഹരണമാണ് കേട്ടോ, ഞാൻ പാർക്കിലേക്ക് പോയി എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ദഹബ എന്ന വാക്കാണ് എന്തായിട്ടുള്ളത്, അടിവരിയിട്ടിരിക്കുന്നത് ദഹബ്തു എന്നായത് അല്ലേ. ദഹബയുടെ കൂടെ ഒരു തൂ ചേർന്ന് വന്നു അല്ലേ. അടുത്തതോ, ഇവിടെ ദഹബ എന്തായി, അന വന്നപ്പോഴാണ് നമ്മളിവിടെ ദഹബ്തു എന്നായത് അല്ലേ. ഇവിടെ നെഹ്നു എന്ന് വന്നിട്ടുണ്ട്. നെഹ്നു എന്ന് വെച്ചാൽ ഞങ്ങൾ, അതുകൊണ്ട് ദഹബ്തു എന്നുള്ളത് എന്തായി, ദഹബിനാന്നായി, നാ കൂടി അല്ലേ. ഇതേപോലെ അടുത്ത് നിങ്ങൾ ചെയ്യണം. അന കിസ്സത്തൻ മുംതിയ, ഞാൻ ഒരു നല്ല കഥ, ഖറഅ ഞാൻ വായിച്ചു എന്നാണ് വേണ്ടത്. അപ്പം എങ്ങനെ വരും, ഖറഅ എന്തായി മാറും, ഖറഅതു എന്നാവും അല്ലേ. ഖറഅതു എന്നാവും, മനസ്സിലായോ, ഖറഅതു. അപ്പോൾ നഹ്നു വന്നതോടുകൂടിയോ ഖറഅ എന്തായി മാറണം, ദഹബിന, ഇത് ദഹബിന പോലെ ഇത് വേണം, ഖറഅന, നഹ്നു ഖറഅന, ഖറഅന ഖിസ്സത്തൻ മുംതിയ എന്നാവും അല്ലേ. ഖിസ്സത്തൻ മുംതിയതൻ എന്നെഴുതാം. അടുത്തതുപോലെ ഇവിടെ വേറെ ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണിത്, ഇവിടെ യക്തുബു എന്ന എഴുതുന്നു. അപ്പോൾ അന വന്നപ്പോൾ അതെന്തായി മാറി, അക്തുബു, ഞാൻ എഴുതുന്നു എന്നായി അല്ലേ. ഞാൻ ഹോംവർക്ക് എഴുതുന്നു എന്നാണ്. ഇവിടെ നെഹ്നു വന്നപ്പോൾ യക്തുബു എന്തായി, നക്തുബു എന്നായി, നായായി. അപ്പോൾ ഇതിൽ എന്താണ്, തുടക്കത്തിലാണ് മാറ്റം, ആയും നായുമാണ് തുടക്കത്തിൽ മാറ്റം വന്നിരിക്കുന്നത് അല്ലേ. തുടക്കത്തിൽ മാറ്റം വന്നിരിക്കുന്നതാണ് ആയും നായും. അന വരുമ്പോൾ ഇതിൽ തൂയും നായും. ഇത് മാലിയായ ഫൈലാണ്, മാലി. ഈ യക്തുബു എന്നുള്ളത് എന്താണ്, മുലാരിയാണ്. അപ്പം രണ്ടിലും ഞാൻ എന്ന് പറയുമ്പോഴും ഞങ്ങൾ എന്ന് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ പാഠഭാഗത്തിൽ. അപ്പോൾ ഇവിടെ നെഹ്നു നക്തുബു എന്നായി. അങ്ങനെയാണെങ്കിൽ യദ്ഹബു അന വരുമ്പോൾ എന്താകും, മുലാരിയാകുമ്പോൾ അക്തുബു പോലെ പറയണം. എന്താ വരിക, അദ്ഹബു അല്ലേ. അന അദ്ഹബു ഇലൽ ഹദീക. ഇവിടെ യദ്ഹബു നഹ്നു വരുമ്പോൾ എന്താകും, നഹ്നു നദ്ഹബു എന്നാകും. നഹ്നു നദ്ഹബു ഇലൽ ഹദീക എന്നെഴുതണം, ഇലൽ ഹദീഖത്തി എന്നെഴുതും. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇതുപോലെയുള്ള പ്രവർത്തനം ഉണ്ടാവും. ഇനി നഖറഉൽ ജുമല വനഖ്താർ സുതൂറുൽ മുനാസിബ്, നഖറഉൽ മിനൽ മൻദൂം. ഇവിടെ താഴെ ഒരു മൻദൂമുണ്ട്, കുറേ സെൻറ്റൻസുകൾ ഇത് എഴുതിയ ശേഷമാണ് കേട്ടോ. അത് നഖറഉ അല്ലെങ്കിൽ നുലാഹിദിൽ ഇങ്ങനെ വേണ്ടില്ല, നുലാഹിദുൽ മൻദൂം നോക്കിയിട്ട് അതിന് പറ്റിയ വരികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മൻദൂം നമ്മൾ കത് കാലലി യൗമുൻ സദീഖുൻ കൈഫ തസീറു ഫി ത്വരീഖ് നമ്മൾ പഠിച്ച പദ്യമാണ് അല്ലേ. ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. കുൽത്തു ലഹു മുബ്തസിമൻ അംഷി ബി മദ്ഹരിൻ യരീഖ് അല്ലേ. ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എങ്ങനെ വഴി നടക്കുക, ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കും. അല്ല, ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്ത്, ഞാൻ ശരിയായ മാർഗത്തിലൂടെ പോകുന്നു, ഞാൻ വലത് സൈഡ് ചേർന്ന് നിൽക്കും, അതുപോലെ ആളുകൾ നടക്കുന്ന വഴിയിൽ നടക്കും. മുൻതബിഹൻ കുല്ലഹീൻ, എല്ലാ സമയവും ശ്രദ്ധിക്കും. ലിക്കുല്ലി അഖ്താരി ത്വരീഖ്, വഴിയിലെ പ്രശ്നങ്ങൾ.
അസീറു ദൗമൻ ലിൽ അമം, ഞാൻ മുമ്പോട്ട് നടക്കും. മുത്തബിയൻ നഹിജസ്സലാം, സമാധാന മാർഗം സ്വീകരിച്ച്. മുഹാഫിലൻ അലൽ നിമാം, നിയമം പാലിച്ച്. മുറായിയൻ ഹക്കത്തൊരീഖ്, വഴിയുടെ അവകാശങ്ങൾ പരിഗണിച്ച്. ഷുർത്തിയുൽ മുറൂറി മുർഷിദി, ട്രാഫിക് പോലീസാണ് എന്നെ നയിക്കുന്നത്. ബിമാ യഖൂലു അഖ്തദി, അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കും. യഖുദു ദൗമൻ ബിയദി, അദ്ദേഹം എപ്പോഴും എൻ്റെ കൈ പിടിക്കും. യുഖ്രിജുനി മിൻ കുല്ലി ലീഖ്, എല്ലാ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. അല്ലേ? അപ്പോൾ ഒന്നാമത്തെ അംഷി അലൽ ജാനിബിൽ ഐമൻ വഅല മമറിൽ മുഷാത്ത്, ഞാൻ വലതുഭാഗം ചേർന്ന് നടക്കുന്നതാണ്. അല്ലേ? അപ്പോൾ എന്താണ് ഇതിൽ തരം വരിക? ഇതിന് പറ്റിയ വരി ഏതാണ്? വലതുഭാഗം ചേർന്ന് നടക്കും എന്നുള്ളതിന് ഇതിലെ വരി ഏതാണെന്നാണ് എഴുതേണ്ടത്. അല്ലേ? ഏതാണ്? പറയൂ. അല്ലേ? അംഷി എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. അസീറു ഫി അഖ്സൽ യമീൻ, അല്ലേ? വഫി മമറി രാജിലി, ഈ രണ്ട് വരിയാണ് മക്കള് എഴുതേണ്ട വരി. ഏതാണ്ട മമർ, ഈ വാക്ക് തന്നെ ഇവിടെയുണ്ട്, കണ്ടില്ലേ? അങ്ങനെ കണ്ടെത്തി ഇവിടെ എഴുതണം. എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ. അടുത്തത് യുർഷിദുനി ഷുർത്തിയുൽ മുറൂർ വൗത്തിയുൽ ഇർഷാദാത്ത്, ഞാൻ ട്രാഫിക് പോലീസ് എന്നെ നയിക്കും, എനിക്ക് നിർദ്ദേശം തരും, ഞാൻ നിർദ്ദേശം പാലിക്കും എന്നാണ് പറയുന്നത്. ഷുർത്തിയുൽ മുറൂറിനെ കുറിച്ചൊരു വരി വന്നല്ലോ, അല്ലേ? ഷുർത്തിയുൽ മുറൂറി മുർഷിദി ബിമാ യഖൂലു അഖ്തദി എന്നെഴുതാം. ഓക്കെ. ഇനി അടുത്തത് അന അംഷി ദായിമൻ ഇലൽ അമാം വത്തബിയു ഇർഷാദത്തൽ അംനി വസ്സലാം, ഞാൻ എപ്പോഴും മുമ്പോട്ട് സമാധാനത്തോടെ നടക്കും, എന്നിട്ട് സമാധാന മാർഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ പിൻപറ്റും. ഇതിൽ പറയുന്നല്ലോ അമാം എന്ന് പറയുന്ന വഴിയുണ്ടല്ലോ. ഏതാണ്? അസീറു ദൗമൻ ലിൽ അമാം മുത്തബിയൻ നഹിജസ്സലാം, ആ വരി മക്കള് ഇവിടെ എഴുതാം. അല്ലേ? ഇവിടെ എഴുതാം. ഇവിടെ എഴുതാം. അടുത്തത് യൗമൻ ഖാലലി സ്വദീഖും അനിൽ മഷീ ഫിത്വരീഖ്, വഴിയിൽ നടക്കുന്നതിനെ കുറിച്ച് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. ഫസ്റ്റ് വരി, അല്ലേ? ഫസ്റ്റ് വരി ഏതാ? ഖദ് ഖാലലി യൗമുൻ സ്വദീഖുൻ കൈഫ തസീറു ഫിത്വരീഖ്. അടുത്തത് അന ഉഹാഫിദു അലാ തഅലീമാത്തിൽ മുറൂർ, ഞാൻ റോഡ് നിയമങ്ങൾ പാലിക്കും. അല്ലേ? അലൻ നിളാം എന്ന് പറഞ്ഞില്ലേ? എന്ത് നിളാം? മുഹാഫിലൻ അലൻ നിളാം മുറായിയൻ ഹക്കത്തൊരീഖ്. ശരി. അപ്പം ഈ വരിയാണ് അവസാനത്തിൻ്റെ ഉത്തരം. ശരിയല്ലേ? അപ്പം അത് മക്കള് ഇവിടെ എഴുതെടുക്കാം കേട്ടോ. ഉഹാഫിദു അതേ വാക്കാണ് അവിടെ കിടക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നെസിൽ എന്നാണ്. എന്താണ് നെസിൽ? മാച്ച് ചെയ്യുക. ഇവിടെ കുറച്ച് എന്താണ് ഇഷാറത്തുൽ മുറൂർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് ചെയ്യണം. ഒന്നാമത്തെ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഉബൂറുൽ അത്ഫാൽ, കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കുക. പിന്നെ സ്റ്റോപ്പ്, നിർത്തണം എന്ന് പറയുന്നത് ഏതാണ്? നിർത്തണം. ഖിഫ് ആയിരിക്കും, ഖിഫ്, അല്ലേ? അടുത്തത് മഅബറുൽ മുഷാത്ത്, ഇവിടെ മഅബറുൽ മുഷാത്താണ്. മഅബറുൽ മുഷാത്ത് എന്താണ്? പെഡസ്ട്രിയൻ ക്രോസിംഗ്, സീബ്ര ക്രോസിംഗ് ആയിരിക്കും. ഇവിടെ ഇഷാറത്തുൽ മുറൂർ, സിഗ്നൽ. ഇഷാറത്തുൽ മുറൂർ അലുവാ ഉൽ ഇഷാ, അല്ലെങ്കിൽ ഇഷാറത്തുൽ മുറൂർ എന്നത് ചെറിയ തെറ്റ് പറ്റിയിട്ടില്ലേ? നമ്മളിവിടെ അലുവാ ഉൽ ഇഷാറ എന്നാണ് ശരിക്കും വേണ്ടത്. അലുവാ ഉൽ ഇഷാറ എന്ന് വെച്ചാൽ എന്താ? സിഗ്നൽ ലൈറ്റ്സ്, അത് അവിടെ കിടക്കുന്നുണ്ട് വേണ്ട. അലുവാ ഉൽ ഇഷാറ. പിന്നെ മുൻഅതഫ് യമീൻ എന്ന് വെച്ചാൽ വലത്തോട്ട് തിരിയണം. ഏതാണ് വരിക? റൈറ്റിലേക്ക് തിരിയണതല്ലേ? ഇതിലേക്ക് ചേർക്കണം. പിന്നെ മംനൂ ദുഖൂൽ, നോ എൻട്രി ചെയ്യുന്നത്, നോ എൻട്രിയുടെ ചെയ്യുന്നതാണ്. പിന്നെ മുൻഅതഫ് യസാരി, ഇടത്തോട്ട് തിരിയണം. അതായത് വരിക ഇടത്തോട്ട് തിരിയണ ചിഹ്നം. ഓക്കെ. സിർ ഇലൽ അമാം, മുമ്പോട്ട് പോവുക. ഇതാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലേ? ഗോ ഫോർവേഡ്. ഇത്രയാണ് ഇതിൻ്റെ സിഗ്നലുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ.
ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇത് തന്നെയൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. എല്ലാവർക്കും 60 ഫുൾ മാർക്ക് കിട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.